ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഞാൻ 33 എടുത്താൽ മതി വെച്ചാൽ പറ്റില്ല. എന്താ തിയറിക്ക് മാത്രം നിങ്ങൾ 21 എടുക്കണം. ഇത് ഓരോ സബ്ജക്റ്റിന്റെ ഈ പാസ് മാർക്ക് എത്ര, തിയറിക്ക് എത്ര എടുക്കണം, പ്രാക്ടിക്കൽ എത്ര എടുക്കണം, അസൈൻമെന്റ് എത്ര എടുക്കണം എന്നുള്ളതാണ്. 21 മിനിമം മാർക്ക് എടുക്കുന്നതെങ്കിൽ തിയറിക്കും പ്രാക്ടിക്കലും മിനിമം മാർക്ക്. പരീക്ഷയ്ക്ക് ഇനി വെറും ഒരു മാസം. ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല. പഠിക്കണം എന്നാൽ മുഴുവൻ ഇരുന്ന് പഠിക്കാനുള്ള സമയമില്ല. ഇതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? എന്നാൽ NIOS പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ വിഷമിക്കേണ്ട. പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സ് സീസൺ 7ന്റെ അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ ജോയിൻ ചെയ്തോളൂ. ഹലോ എവരിവൺ, ബാസ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NIOS April 2026 എക്സാം ആണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുട്ടികളോട് ചോദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തു. നമ്മുടെ പാസ് മാർക്ക് 26 മാർക്കാണ്, 33 ആണ് 100 വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കുട്ടികൾ അത് യൂസ്ഫുൾ ആയി. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കുട്ടികൾ എന്നോട് മാർക്കിനെ കുറിച്ച് തിരിച്ചിങ്ങോട്ട് കമന്റ് ആയിട്ട് ചോദിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളെ കാണുന്നത് കൊണ്ട് മാത്രമല്ല അവർക്ക് അതെല്ലാം യൂസ്ഫുൾ ആവുന്നതുകൊണ്ടാണ് അവരുടെ സംശയങ്ങൾ വരുന്നില്ല. നമുക്കൊരു സംശയം വരാന്ന് പറഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കാൻ തുടങ്ങിയില്ല, നമ്മളത് പഠിക്കാൻ തുടങ്ങി എന്നുള്ളതിന്റെ അർത്ഥം. സോ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറഞ്ഞിരുന്നു പറഞ്ഞു. അന്നേ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഓരോ സബ്ജക്റ്റിന്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ TH ഉം PR IA എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ നോക്കണ്ടായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. NIOS April 2026 രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് അറിയാം April 10 നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു 13 തീയതി തൊട്ട് നമ്മുടെ ഫസ്റ്റ് സബ്ജക്റ്റിന്റെ എക്സാമും സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇനി നമുക്ക് വെറും 15 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ പരീക്ഷയ്ക്ക് പഠിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല. പരീക്ഷയുടെ ഡേറ്റ് ഷീറ്റ് വന്ന് ഹോൾ ടിക്കറ്റും വരാൻ പോകുന്നത്. ഇത് നമ്മൾ പഠിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നോട് കുട്ടികൾ ചോദിക്കും, ഇപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ, ഞങ്ങൾ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. ഇന്ന് തുടങ്ങിയാൽ ജയിക്കാൻ പറ്റും എന്നുള്ളത് 100% ഉറപ്പിച്ച് പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. ബാസ് ക്രാഷ് കോഴ്സ് സീസൺ 7ന്റെ അഡ്മിഷൻ രണ്ടാമത്തെ ബാച്ചിലോട്ടുള്ള ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഈ ഒരു 15 ദിവസം കൊണ്ട് നമുക്ക് അറ്റൻഡ് ചെയ്താൽ തന്നെ വിജയിക്കാവുന്ന കണ്ടന്റ്. കാരണം പരീക്ഷയ്ക്ക് വരാൻ പോസിബിലിറ്റി ഉള്ള കണ്ടന്റ് മാത്രമാണ് നമ്മൾ ക്രാഷ് കോഴ്സിൽ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ആ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കോട് വിജയിക്കാനുള്ള ചാൻസസ് ഉണ്ട്, പ്രോബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ബാസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആരോടുകൾ ഇനി മടിച്ചു നിൽക്കേണ്ട മക്കളെ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. താഴെ നമ്മളോട് വിളിച്ച് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തോളൂ. ഇന്നോട്ട് തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിക്കോളൂ. ഓക്കെ, നമ്മുടെ വീഡിയോയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാം മാർക്കിംഗ് സിസ്റ്റമാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ NIOSന്റെ സീനിയർ സെക്കൻഡറി +2ന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് പറഞ്ഞു തരുന്നത്. നമ്മുടെ സീനിയർ സെക്കൻഡറിയിൽ ലാബ് ഇല്ലാത്ത വിഷയങ്ങൾ, വിത്തൗട്ട് പ്രാക്ടിക്കൽ ലാബ് ഇല്ലാത്ത സബ്ജക്ട്സുകളാണെങ്കിൽ ആ സബ്ജക്റ്റിന്റെ തിയറി മാർക്ക് 80, 100 മാർക്കിന്റെ പരീക്ഷ 80ലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ആ 80 മാർക്കിന്റെ കൂടെ പ്രാക്ടിക്കൽ എന്ന സംഭവം ഇല്ല. കാരണം ലാബ് ഇല്ലാത്ത വിഷയങ്ങൾ പറഞ്ഞാൽ പ്രാക്ടിക്കൽ ഇല്ല. ദെൻ നമുക്ക് 20 മാർക്കാണ് അസൈൻമെന്റ് വരുന്നെങ്കിൽ ഈ 80 20 കൂട്ടി 100 മാർക്കാണ് നമുക്ക് പരീക്ഷയ്ക്ക് മൊത്തത്തിൽ വരുന്നത്. സോ ഈ 80ൽ നമ്മളിതാ 26 മാർക്ക് എടുത്താൽ മതി. അതായത് 100ൽ 33 എടുത്താൽ അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 80ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 100ൽ 33 എടുത്ത കുട്ടിക്ക് 80ൽ 26 ആവും. സോ 26 മാർക്ക് മതി പാസ്സാവാൻ. അതിന്റെ കൂടെ ഈ പ്രാക്ടിക്കൽ എന്ന സംഭവം ഇല്ല. അസൈൻമെന്റ് ഇതാ 0-20 ആണ് പറയുന്നത്. ഇപ്പോൾ നോക്കുക 0-20 അവരിപ്പോൾ അസൈൻമെന്റ് വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ, നിങ്ങൾ നേരിട്ട് തിയറിന്റെ ഇവിടെ തന്നെ 33 മാർക്ക് എടുക്കുകയാണെങ്കിൽ പ്രശ്നമല്ല. അതല്ല ജസ്റ്റ് പാസ് 26 മാത്രമാണ് എടുക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ അസൈൻമെന്റിൽ മിനിമം 7 മാർക്ക് എടുക്കണം. കാരണം എന്താ, ഈ 26 7 കൂട്ടിയിട്ട് 33 മാർക്കാണ് പാസ് മാർക്ക് വരുന്നത്. അതാണ് ഇവിടെ ആബ്സെന്റ് ആയാലും കുഴപ്പമില്ല പറയുന്നത്. കാരണം നേരിട്ട് നിങ്ങൾക്ക് 33-43 മാർക്ക് ഇവിടെ തിയറിക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ അസൈൻമെന്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. 33% അഗ്രിഗേറ്റ് മാർക്കാണ്. 33% തിയറി, 33% അഗ്രിഗേറ്റ് സബ്ജക്ട് പാസ് ആണ്. ഇത് ലാബില്ലാത്ത വിഷയങ്ങൾ. അത് ഏതൊക്കെ? ഇംഗ്ലീഷ്, മലയാളം, സോഷ്യോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ് ഒക്കെ പോലത്തെ സബ്ജക്റ്റുകൾക്കാണ് നമുക്ക് ലാബില്ലാത്ത. സോ ലാബില്ലാത്ത വിഷയങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ സബ്ജക്റ്റ് ലാബില്ലാത്തതായിരിക്കും. സോ ഇതാണ് നമ്മുടെ കാറ്റഗറി. +2 ലാബുള്ള വിഷയങ്ങളായിട്ടുള്ള വിത്ത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഫിസിക്സിന്റെ മാർക്ക് എത്ര ചോദിച്ചു, കെമിസ്ട്രി ചോദിച്ചു, ബയോളജി ചോദിച്ചു, ജോഗ്രഫി ചോദിച്ചു, എൻവയോൺമെന്റ് സയൻസ് ചോദിച്ചു, മാസ് കമ്മ്യൂണിക്കേഷൻ, ഹോം സയൻസ്, ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ്, മറ്റുള്ള പ്രാക്ടിക്കൽ റിലേറ്റഡ് സബ്ജക്ട്സുകൾക്കൊക്കെ തിയറിയുടെ മാർക്ക് വരുന്നത് 64 മാർക്കാണ് മൊത്തം മാർക്ക് വരുന്നത്. അതിൽ പ്രാക്ടിക്കലിന് വരുന്നത് 20 മാർക്കാണ്. അതിൽ അസൈൻമെന്റ് വരുന്നത് 16 മാർക്കാണ്. സോ ഈ 64, 20, 16 കൂട്ടുമ്പോഴാണ് നമുക്ക് 100 മാർക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ 66-ൽ നിന്ന് 64ക്ക് എത്ര എടുക്കണം? 21 എടുക്കണം. ഇനി പ്രാക്ടിക്കലിന് മിനിമം 7 എടുക്കണം. അത് നിർബന്ധമാണ്. അതായത് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഞാൻ 33 എടുത്താൽ മതി വെച്ചാൽ പറ്റില്ല. എന്താ, തിയറിക്ക് മാത്രം നിങ്ങൾ 21 എടുക്കണം, പ്രാക്ടിക്കലിന് മാത്രം 7 എടുക്കണം. അങ്ങനെ 21 7 പറയുമ്പോൾ 29 ആയി. അപ്പോൾ നമുക്ക് 33 ഉണ്ടെങ്കിൽ മാത്രമേ പാസ്സാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 21 7 മിനിമം മാർക്ക് എടുക്കുന്നതെങ്കിൽ തിയറിക്കും പ്രാക്ടിക്കലും മിനിമം മാർക്ക് എടുക്കുന്ന കുട്ടിയാണെങ്കിൽ പിന്നെ നമുക്ക് 4 മാർക്ക് മാത്രം ഇവിടുന്ന് കിട്ടിയാൽ മതി. ഈ അസൈൻമെന്റിൽ നിന്ന് 4 മാർക്ക് കിട്ടിയാൽ ഈ 29 കൂടെ 4 കൂട്ടിയിട്ട് 33 പാസ്സാണ്. ഇനി അസൈൻമെന്റ് നമുക്ക് വെച്ചിട്ടില്ല അല്ലെങ്കിൽ വേണ്ട ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ തിയറിയും പ്രാക്ടിക്കലും ഒന്നെങ്കിൽ തിയറി നിങ്ങൾ നേരിട്ട് 26 മാർക്കും ഇത് 7 മാർക്ക് കൊടുത്താൽ തന്നെ നമുക്ക് എത്ര മാർക്കായി? ഒരു 33 മാർക്ക് അങ്ങനെ എടുക്കുക. അതല്ലെങ്കിൽ തിയറിക്ക് നിങ്ങൾ 21 കറക്റ്റ് എടുത്തിട്ട് ഈ 7 മാർക്ക്
പ്രാക്ടിക്കലുള്ളടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, നേരിട്ട് നമുക്കറിയാം മൊത്തം പ്രാക്ടിക്കലിൻ്റെ മാർക്ക് 16 നേരിട്ട് 21 കൂടെ 10, 31, 12 ഒരു 12 മാർക്ക് നേരിട്ട് പ്രാക്ടിക്കൽ എടുക്കുകയാണെങ്കിൽ അങ്ങനെയും നമുക്ക് പാസ്സാകാൻ പറ്റും. 33 മാർക്ക് അഗ്രിഗേറ്റ് പാസ്സാകാൻ പറ്റും. സോ അത് നമുക്ക് നോക്കാം. പക്ഷേ മിനിമം മാർക്ക് എടുത്ത് പാസ്സാകുന്നുള്ള ചിന്തിക്കേണ്ട. അസൈൻമെൻ്റ് ഒക്കെ മാക്സിമം ഫുൾ മാർക്ക് നേടിയിട്ടുണ്ടാവും കുട്ടികളൊക്കെ. സോ അത് വെച്ചിട്ട് നമുക്ക് പാസ്സായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ പെയിന്റിംഗ് സബ്ജക്ട് എടുത്ത കുട്ടികളാണെങ്കിൽ അതിന് തിയറിയുടെ മാർക്ക് വളരെ കുറവ് 24 പ്രാക്ടിക്കലാണ് ഏറ്റവും കൂടുതൽ 70 മാർക്ക് ഉണ്ട്. അസൈൻമെന്റ് വളരെ കുറവാണ് 6 മാർക്ക്. ഓക്കെ, എൻ്റെ കുട്ടികൾ പറയാനുള്ള അസൈൻമെന്റിന്റെ മാർക്കൊക്കെ ഒന്ന് നോക്കുമ്പോൾ 20, 20, 20, 16, 4, 3 എന്നൊക്കെ പറയുമ്പോൾ പേടിക്കേണ്ട. കാരണം 20ക്ക് 20 കാരം, 6ക്ക് 6 കാരം, 16ക്ക് 16 കാരം. അപ്പോൾ നിങ്ങൾ 2 20 ബാക്കിയൊക്കെ 16, 6 പറഞ്ഞാൽ മാർക്ക് കുറേ പോയിന്ന് പേടിക്കേണ്ട. അതിന്റെ മാക്സിമം മാർക്ക് അത്ര തന്നെയാണ്. അതാണ് നിന്റെ മാർക്ക് അവിടെ കാണിച്ചു തരുന്നത്. ഓരോ സബ്ജക്റ്റിനും കാണിച്ചു വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ തിയറിക്ക് പ്രാക്ടിക്കലിന് അസൈൻമെന്റിനോട് കൂട്ടിയിട്ടാണ് 100 മാർക്ക് തരും. അപ്പോൾ തിയറി 24ക്ക് നിങ്ങൾ മിനിമം എത്ര മാർക്ക് പാസ്സാകണം? 8 മാർക്ക് എടുക്കണം. 70 പ്രാക്ടിക്കലിൽ മിനിമം 23 എടുക്കണം. ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് എത്ര ആവണുള്ളൂ? 23, 7, 30, 31 ആവുള്ളൂ. ബാക്കി 2 മാർക്ക് നമ്മൾ ഇവിടുന്ന് അസൈൻമെന്റിന് എടുത്താൽ 33 അഗ്രിഗേറ്റ് പാസ്സാകാം. ഇനി ഇവിടെ അസൈൻമെന്റ് വെച്ചിട്ടില്ലെങ്കിൽ ആ 2 മാർക്ക് കൂടി നമ്മൾ ഇവിടുന്ന് തിയറിയും പ്രാക്ടിക്കലായിട്ട് എടുക്കേണ്ടി വരും. +2ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തിയറിയും സെപ്പറേറ്റ് പാസ്സാകണം, പ്രാക്ടിക്കലും സെപ്പറേറ്റ് പാസ്സാണ്. രണ്ടിനും മിനിമം മാർക്ക് ഉണ്ട്. ആ തിയറിക്കും പ്രാക്ടിക്കലിനും പാസ് മാർക്ക് ഉണ്ട്. എന്നാൽ 10ാം ക്ലാസ്സിൽ അങ്ങനെയല്ല, രണ്ടും കൂടി കൂട്ടിയിട്ട മാർക്ക് തന്നെ. സോ മൊത്തത്തിൽ 33 വന്നാൽ മതി. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഓക്കെ, ഡാറ്റ എൻട്രി ഓപ്പറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ തിയറി 32 പ്രാക്ടിക്കൽ 60 അസൈൻമെന്റ് 8 അങ്ങനെ മൊത്തം 100 മാർക്ക്. അതിൽ തിയറിക്ക് മിനിമം 11 മാർക്ക് എടുക്കണം, പ്രാക്ടിക്കലിൽ മിനിമം 20 മാർക്ക് എടുക്കണം. അസൈൻമെന്റ് 0 തൊട്ട് 8 അല്ലെങ്കിൽ ആബ്സെന്റ് ആയാലും കുഴപ്പമില്ല, 33 മാർക്ക് അഗ്രിഗേറ്റ് ആയാൽ മതി. കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്ട് എടുത്ത കുട്ടികൾക്ക് തിയറിക്ക് 48 പ്രാക്ടിക്കലിൽ 40 അസൈൻമെന്റ് 12 അങ്ങനെ മൊത്തം 100 മാർക്കാണ്. 48 തിയറിയിൽ 16 പാസ് മാർക്ക്, 40 പ്രാക്ടിക്കലിൽ 13 പാസ് മാർക്ക്. ദെൻ നമുക്ക് 0 to 12 ഒരു അസൈൻമെന്റ് മാർക്ക്, 33 അഗ്രിഗേറ്റ് മാർക്കാണ്. ഓക്കെ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എടുത്ത കുട്ടികൾ കുറവായിരിക്കും. സോ ഇത്രയും സബ്ജക്ട്സുകളാണ് നമുക്ക് മെയിൻ സബ്ജക്ട് +2 വരും. നമ്മൾ 10ാം ക്ലാസ്സിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. 10ാം ക്ലാസ്സിലും വിത്തൗട്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇംഗ്ലീഷ്, മലയാളം, സോഷ്യൽ ഒക്കെ പോലെ സബ്ജക്ട്സുകൾക്ക് നമ്മൾ നേരത്തെ +2 പറഞ്ഞ അതേപോലെ തന്നെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. 33 മാർക്ക്, 80, 26 അതിൽ സംശയമൊന്നുമില്ല. എന്നാൽ വിത്ത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള മാത്സ്, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പേര് മാറ്റിയിട്ടുണ്ടോ, സയൻസ് ആക്കിങ്, സയൻസ്, ഹോം സയൻസ്, മറ്റുള്ള പ്രാക്ടിക്കൽ സബ്ജക്ട്സ് ആണെങ്കിൽ തിയറി 68, പ്രാക്ടിക്കൽ 15, അസൈൻമെന്റ് 17. ഇത് 3 കൂട്ടിയിട്ടാണ് 100 മാർക്ക്. സോ 68 തിയറിയും 15 പ്രാക്ടിക്കലും എന്നുള്ളതിൽ രണ്ടിലും കൂടി ഉണ്ട്. തിയറിക്കും പ്രാക്ടിക്കലും രണ്ടും കൂടി നമ്മൾ കൂട്ടുമ്പോൾ 27 കിട്ടിയാൽ മതി. ഓക്കെ, നേരത്തെ നമുക്ക് തിയറിക്കും വേറെ പാസ്സാവണം, പ്രാക്ടിക്കൽ വേറെ. 10ാം ക്ലാസ്സിലാവുമ്പോൾ തിയറിയും പ്രാക്ടിക്കലും കൂട്ടിയിട്ട് നിങ്ങൾ 27 മാർക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ പാസ്സായില്ല, കാരണം 33 എന്തെങ്കിലും പാസ്സാവുള്ളൂ. സോ അവിടെ നമുക്ക് 6 മാർക്കിൻ്റെ കുറവുണ്ട്. 6 മാർക്ക് നിങ്ങൾ ഈ അസൈൻമെന്റ് എടുത്താൽ മതി, 6 മാർക്ക്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ 33 കിട്ടും. ഞാൻ അതല്ല, ഈ അസൈൻമെന്റ് നിങ്ങൾക്ക് 0 ആയിട്ട് നേരിട്ട് ഇവിടെ 33 എടുക്കണേ, അങ്ങനെ പാസ്സായാലും മതി, കുഴപ്പമില്ല. അതാണ് നമുക്ക് വരുന്നത്. പെയിന്റിംഗ് എന്നുള്ള സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 24 തിയറി, 70 പ്രാക്ടിക്കൽ, 6 അസൈൻമെന്റ്, മൊത്തം 100 മാർക്ക്. 24ക്ക് നമ്മൾ 24ക്കും 70 കൂടെ കൂട്ടുമ്പോൾ അതായത് മൊത്തം 94ക്ക് 33 മാർക്കാണ് പാസ് മാർക്ക്. ഓക്കെ, 31 പാസ് മാർക്ക് തന്നെ. ബാക്കി 2 മാർക്ക് നമുക്ക് ഇവിടുന്ന് അസൈൻമെന്റ് എടുത്താലും മതി, മിനിമം മാർക്ക് എടുക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ. ഡാറ്റ എൻട്രി ഓപ്പറേഷൻ 10ാം ക്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ 32 തിയറി, 60 പ്രാക്ടിക്കൽ, 8 അസൈൻമെന്റ്, 3 കൂട്ടിയിട്ടാണ് 100 മാർക്ക് വരുന്നത്. സോ 32ഉം 60ഉം ആയിട്ടുള്ള 92 തിയറി ലാബിക്ക് 30 മാർക്ക് പാസ്സായാൽ മതി. ബാക്കി 3 മാർക്ക് നമുക്ക് ഇവിടുന്ന് അസൈൻമെന്റ് എടുത്താൽ. ഇവിടെ അസൈൻമെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് 33 എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, മറ്റേ ഈ സബ്ജക്റ്റും നമ്മൾ എടുത്തിട്ടുണ്ടാവും. ഇങ്ങനെയാണ് 10ാം ക്ലാസ്സിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത് ഓരോ സബ്ജക്റ്റിന്റെ ഈ പാസ് മാർക്ക് എത്ര, തിയറിക്ക് എത്ര എടുക്കണം, പ്രാക്ടിക്കൽ എത്ര എടുക്കണം, അസൈൻമെന്റ് എത്ര എടുക്കണം എന്നുള്ളതാണ്. ഇതെല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നുണ്ട്. സോ നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവേണ്ടതായിട്ട് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഏതൊരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മക്കളെ ഈ വീഡിയോത്തെ കമന്റ് ആയിട്ട് ചോദിക്കാം, ഡൗട്ട് ചോദിക്കാം, ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും ചോദിക്കാം. ഞാൻ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് പറഞ്ഞുതരും, അതിന് റിപ്ലൈ തരും. ഓക്കെ, അപ്പോൾ മറക്കേണ്ട, നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് സീസൺ നമ്മുടെ 2ാമത്തെ ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ പരീക്ഷയ്ക്ക് ഇനി വെറും 15 ദിവസം മാത്രമേ ഉള്ളൂ. സോ ഇപ്പോൾ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റും. പരീക്ഷയ്ക്ക് ജയിക്കാൻ വളരെ ഈസിയാണ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളും അതിനുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ കൊടുക്കുന്നത്. സോ ബാസ് ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ നമ്മളോട് വിളിച്ച് മക്കളെ തന്നെ ജോയിൻ ചെയ്തോളൂ. ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതിലേക്കും താങ്ക് യു.